വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഓഗസ്റ്റ് 26-ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 27-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു മടങ്ങിയ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കിയതിന് തമിഴക വെട്രിക്കഴകം ടി.വി.കെ പ്രവർത്തകർ ടോൾ പ്ലാസ ഉപരോധിച്ചു. 200-ലേറെ പാർട്ടി പ്രവർത്തകരാണ് ധർമ്മപുരി പാലാക്കോടിലെ ടോൾ പ്ലാസയും റോഡും ഉപരോധിച്ചത്. ഇതോടെ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പാർട്ടി പ്രവർത്തകരുടെ വാഹനങ്ങളിൽ നിന്ന് ഈടാക്കിയ ടോൾ തിരികെ നൽകാമെന്ന് ടോൾ പ്ലാസ അധികൃതർ സമ്മതിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കർണാടകയിലെ കോൺഗ്രസ് എം.എൽ.എ. കെ.സി. വീരേന്ദ്ര പപ്പിയുടെ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സിക്കിമിൽ ഓൺലൈൻ ചൂതാട്ട കേന്ദ്രം ലീസിനെടുക്കാനെത്തിയപ്പോഴാണ് വീരേന്ദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാജ്യവ്യാപകമായി ഇ.ഡി 2 ദിവസം നടത്തിയ റെയ്ഡിനൊടുവിലായിരുന്നു അറസ്റ്റ്. പ്രസവ ചികിത്സാ ഫീസ് തുടർച്ചയായി വർദ്ധിപ്പിച്ച് പ്രസവം വൈകിപ്പിച്ച് ആശുപത്രി അധികൃതർ കുഞ്ഞിനെ കൊന്നുവെന്നാരോപിച്ച് മൃതദേഹവുമായി പിതാവ് മജിസ്ട്രേറ്റ് ഓഫീസിൽ. ഉത്തർപ്രദേശിലെ ലഖീംപൂർ ഖേരി ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലാണ് സംഭവമുണ്ടായത്. നവജാത ശിശുവിന്റെ മൃതശരീരം കവറിലിട്ടാണ് പിതാവ് പരാതിപ്പെടാനെത്തിയത്. ഫീസ് വർദ്ധിപ്പിച്ച് പ്രസവം വൈകിപ്പിച്ചതാണ് തന്റെ കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് ഓഫീസിലെത്തിയ പിതാവ് വിപിൻ ഗുപ്ത ആരോപിച്ചു. ബീഹാറിൽ 7-ാം ദിവസം പിന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാൻ ഇന്ത്യ സഖ്യ മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളുടെയും തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തം ലഭിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തലിലാണ് നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കാനുള്ള തീരുമാനം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകും. യാത്ര ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് വിലയിരുത്തൽ. അതേസമയം രാഹുലിന്റെ വോട്ടർ അധികാർ യാത്രയെ എൻ.ഡി.എ സഖ്യത്തിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി പ്രതിരോധിക്കാനാണ് ബി.ജെ.പി ഒരുങ്ങുന്നത്. സാൽവ യുദ്ധം വിധിയിലൂടെ നക്സലിസത്തെ താൻ സഹായിച്ചുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും സുപ്രീംകോടതി മുൻ ജഡ്ജിയുമായ ബി. സുദർശൻ റെഡ്ഡി പ്രതികരിച്ചു. വിധി എഴുതിയത് താനാണെങ്കിലും ആ വിധി തന്റേതല്ലെന്നും അത് സുപ്രീംകോടതിയുടെ വിധിയാണെന്നും റെഡ്ഡി പറഞ്ഞു. ആ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാൽവ ജുദുമിനെക്കുറിച്ചുള്ള 40ഓളം പേജ് വരുന്ന വിധി അമിത്ഷാ വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ പറയില്ലായിരുന്നു എന്നും സുദർശൻ റെഡ്ഡി പറഞ്ഞു. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഇന്റഗ്രേറ്റഡ് എയർഡ്രോപ്പ് ടെസ്റ്റ് ഇന്ന്. ശ്രീഹരിക്കോട്ടയിൽ ISROയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ഇന്ന് പരീക്ഷണം നടത്തുന്നത്. ഗഗൻയാൻ യാത്രാപേടകത്തിന്റെ മാതൃക ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴേക്കിടുന്നതാണ് പരീക്ഷണം. പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനാണ് ഈ പരീക്ഷണം. 5 കിലോമീറ്റർ ഉയരത്തിൽ നിന്നായിരിക്കും പേടകം താഴേക്കിടുക. വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററാണ് ദൌത്യത്തിന് ഉപയോഗിക്കുക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 50% തീരുവ ഈടാക്കിയതിൽ നാഗ്പൂരിൽ വേറിട്ട പ്രതിഷേധം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീമാകരമായ കോലവുമായാണ് പ്രതിഷേധം നടത്തിയത്. വൻ ജനാഭിവാലിയാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇറാൻ ആയുധ നിർമ്മാണശാലകളുണ്ടെന്ന് വെളിപ്പെടുത്തി ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ. എന്നാൽ ഇവ എവിടെയൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ ഇറാൻ വ്യോമ സംഘർഷം നടന്ന 2 മാസത്തിനിപ്പുറമാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലെന്നത് ശ്രദ്ധേയമാണ്. തപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള മിക്ക അന്താരാഷ്ട്ര തപാൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഓഗസ്റ്റ് 26 മുതൽ ഈ നിയന്ത്രണം നിലവിൽ വരുന്നതാണ്. US ഗവൺമെന്റ് കൊണ്ടുവന്നതും സാധനങ്ങളുടെ ഇന്റർനാഷണൽ ഷിപ്പിംഗിനെ ബാധിക്കുന്നതുമായ നിയന്ത്രണങ്ങളെ തുടർന്നാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്നും എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തങ്ങളെ ബാധിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി എസ്. ജയശങ്കർ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങളെപ്പറ്റി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ലെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. മുന്നറിയിപ്പിന്റെ ഭാഗമായി മോസ്കോ നഗരത്തിലുൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 3 മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ 32 ഡ്രോണുകൾ നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. എന്നാൽ ആരാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. US പ്രതിരോധ വകുപ്പിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജെഫ്രി ക്രൂസിനെ പുറത്താക്കി. ക്രൂസിനെ കൂടാതെ US നേവൽ റിസർച്ച് മേധാവി വൈസ് അഡ്മിറൽ നാൻസി ലാക്കൂറിനെ മിൽട്ടൺ സാൻസിനെയും പുറത്താക്കിയതിന്റെ കാരണം അറിയില്ലെന്നാണ് 3 ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത്. ട്രംപ് പ്രധാന സൈനിക വിജയമായ അവതരിപ്പിച്ച ഇറാൻ ആക്രമണം പൂർണ്ണ വിജയമല്ലെന്ന് ക്രൂസിന്റെ ഏജൻസിയായ DIA റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 പേരെയും പുറത്താക്കിയത്. യുക്രൈൻ യുദ്ധത്തിന് 2 ആഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി പുതുക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ മാസം 15-ന് US-ലെ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ട്രംപിന് നിരാശയാണെന്ന റിപ്പോർട്ടുകൾ.
കേന്ദ്ര സർക്കാർ വായ്പകൾക്ക് തിരിച്ചടയ്ക്കേണ്ട പലിശ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 മടങ്ങായി മാറിയതായി റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 7.26 ലക്ഷം കോടി രൂപയാണ് രാജ്യം പലിശ ഇനത്തിൽ മാത്രം തിരിച്ചടയ്ക്കേണ്ടതെന്ന് ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വായ്പാ ചെലവുകൾ വർദ്ധിച്ചതിന്റെ സൂചനയാണിത്. കോവിഡ് കാലത്ത് ഉയർന്ന നിരക്കിൽ വായ്പ എടുത്തതും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. 2024-25 കണക്കുപ്രകാരം 185.94 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ പൊതുകടം. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇത് 200 ലക്ഷം കോടി രൂപയാവുമെന്നാണ് കണക്ക്. നിക്ഷേപം തിരികെ നൽകാനായി വീണ്ടും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് വർദ്ധിച്ചതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2015-16 കാലഘട്ടത്തിൽ 71 ലക്ഷം കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടം. GDP-യുടെ 51.5%. നടപ്പു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പൊതുകടം 200 ലക്ഷം കോടി രൂപയാവുമെന്നാണ് ബജറ്റ് രേഖകൾ പറയുന്നത്. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 56.1%. 2031-ലെത്തുമ്പോൾ രാജ്യത്തിന്റെ പൊതുകടം GDP-യുടെ 50% കുറയ്ക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഓഗസ്റ്റ് 26-ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 27-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കായംകുളം കൃഷ്ണപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കായംകുളം സെന്റ് മേരി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആരാധ്യ 14-നെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ദേലമ്പാടിയിൽ യുവതിയെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. യുവതിയുടെ പരാതിയിൽ കർണാടക ഈശ്വരമംഗല സ്വദേശി ഇബ്രാഹിം ബാദുഷാക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിലടക്കം നിരന്തരം മർദ്ദിക്കുന്നതായി യുവതി പറഞ്ഞു. മുത്തലാഖിനെതിരെ നിയമനടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് യുവതിയുടെ നിലപാട്. തോട്ടപ്പള്ളിയിലെ 62-കാരിയുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയ ആൾ നിരപരാധിയെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീയെ കൊലപ്പെടുത്തിയ ദമ്പതിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശികളായ സൈനുലാബിദ് എന്നിവരെയാണ് ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അധികാരത്തിലെത്താൻ BJP എല്ലാ കുൽസിത മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അവർക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരളത്തനിമ നശിപ്പിക്കുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷാ നടത്തിയ പ്രഖ്യാപനങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരവുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡുകൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവിതാംകൂർ, കൊച്ചിൻ, മലബാർ ദേവസ്വം ബോർഡുകൾക്കാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ഫോൺ സംഭാഷണത്തിലൂടെ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്നതിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവന്നു. ഗർഭഛിദ്രത്തെ എതിർത്ത് സംസാരിക്കുന്ന യുവതിയോട് രാഹുൽ വളരെ മോശമായി സംസാരിച്ചതും അസഭ്യം പറയുന്നതും പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലുണ്ട്. യുവതിയെ കാണണം എന്ന് ഫോൺ കോളിൽ രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എന്തിനാണ് കാണുന്നത്, കൊല്ലാനാണോ എന്ന് യുവതി തിരിച്ചപ്പോൾ കൊല്ലാനാണെങ്കിൽ സെക്കൻഡുകൾ മതിയെന്നാണ് രാഹുൽ യുവതിയോട് പറയുന്നത്. യുവതിയെ ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ കൂടുതൽ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി. പാലക്കാട്ടെ മഹിളാ മോർച്ച നേതാവായ അശ്വതി മണികണ്ഠനാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. ദേശീയ, സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ, ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയത്. പുറത്തുവന്ന സ്ക്രീൻഷോട്ടുകളും ഫോൺ സംഭാഷണങ്ങളും തെളിവായി കാണിച്ചുകൊണ്ടാണ് പരാതി. മാധ്യമങ്ങളെ ഇന്നലെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് വ്യക്തമാക്കി അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോപണങ്ങൾക്ക് പിന്നാലെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജ്യസമ്മർദ്ദം രൂക്ഷമായതിനെ തുടർന്നായിരുന്നു വാർത്താ സമ്മേളനത്തിന് തീരുമാനം. പുതിയ ശബ്ദരേഖ പുറത്തുവന്നതിനു പിന്നാലെയാണ് രാജ്യസമ്മർദ്ദം രൂക്ഷമായത്. കൂടുതൽ വിശദീകരണം നൽകാനാണ് വാർത്താ സമ്മേളനം എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചത്. രാഹുലിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം. തനിക്കറിയാവുന്ന 2 വനിതാ KSU പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പോയെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു. തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, ന്യായീകരിക്കാൻ നമുക്ക് സമയവുമില്ലെന്നും ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ടിൽ വിമർശിച്ചു. MLAക്കെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിലാണ് രാഹുൽ. രാഹുലിനെതിരെ ആരോപണവുമായി ആനിരാജ ഡൽഹിയിലെ പഠനകാലത്തും രാഹുലിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു എന്നാണ് ആനിരാജ പ്രതികരിച്ചത്. പല പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ സമീപിച്ചിരുന്നുവെന്നും കോളേജുകളിലെയും സർവകലാശാലകളിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചുവെന്നും വേണ്ട മറുപടി യഥാസമയം കൊടുത്ത് തിരിച്ചയച്ചുവെന്നുമാണ് ആനിരാജ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണെന്നും ചോദിച്ചു. ശോഷനമല്ലാത്ത MLA വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ BJP ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് കേരളം ഒന്നാകെ എത്തിയിരിക്കുന്നു. പെരുമഴ പോലെയാണ് ആരോപണങ്ങൾ വരുന്നത്. ഇന്നല്ല നാളെ രാജിവെക്കേണ്ടി വരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. രാജിയല്ലാതെ വേറെ വഴിയില്ലെന്നും ഷാഫി പറമ്പിൽ VD സതീശൻ എന്നിവർക്കും ഇതിൽ പങ്കുണ്ടെന്നും ആരോപണങ്ങളല്ല തെളിവുകളാണ് പുറത്തുവന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. രാഹുൽ രാജിവെക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് VK ശ്രീകൃഷ്ണന്റെ അഭിപ്രായം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീമിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 45 വയസ്സുള്ള വയനാട് ബത്തേരി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7 ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച് 5 വയസ്സുകാരൻ മരിച്ചു. കൂടാലർകുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ 5 വയസ്സുള്ള കുഞ്ഞ് കാർത്തിക്കാണ് മരിച്ചത്. അസുഖബാധിതനായ കുട്ടിയെ കിലോമീറ്ററുകൾ ചുമന്നാണ് മാങ്കുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്നും ആരോഗ്യസ്ഥിതി വഷളായതിനാൽ കുട്ടിയെ അടിമാലിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തും വരെ കുട്ടി മരണത്തിന്റെ കീഴടങ്ങി. കുഞ്ഞിന്റെ മൃതദേഹം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതും കാട്ടിലൂടെ ആളുകൾ ചുമന്നാണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ 10 വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഞായറാഴ്ച അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. സാമൂഹിക സുരക്ഷ, ക്ഷേമനിധി, പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും. ബിഗ് ബോസ് സീസൺ 6 ജേതാവ് ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് എടുത്ത മോഷണ കേസിൽ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന ജിംനേഷ്യത്തിൽ അതിക്രമിച്ചു കയറി 10,000 രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചതാണ് നടത്തിപ്പുകാരിയുടെ പരാതി. നേരത്തെ ജിൻഡോയ്ക്കെതിരെ എടുത്ത ലൈംഗിക ആക്രമണ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കഴിഞ്ഞ 3 ദിവസമായി ശുദ്ധജലം മുടങ്ങി രോഗികൾ ദുരിതം അനുഭവിക്കുന്ന സംഭവത്തിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. തുടർച്ചയായി 3 ദിവസം ശുദ്ധജലം മുടങ്ങിയതിനെക്കുറിച്ച് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കുടിവെള്ള വിതരണം പഴയപടി പുനഃസ്ഥാപിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും 1 ഗഡു അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. UGC, AICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA/DR വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. ഗാസയിൽ 5 ലക്ഷം മനുഷ്യർ മരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വലുത് ഒരു നേതാവിന്റെ രതി ദൗർബല്യങ്ങളാണെന്ന് എഴുത്തുകാരൻ M. മുകുന്ദൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു. 100 കണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിച്ചു വീഴുന്നത് നമുക്ക് വിഷയമല്ല, നമുക്കാവശ്യം ചെറിയ ചെറിയ വിവാദങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാവ് P. സരിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ ഡോക്ടർ സൗമ്യ സരിൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻ ജോർജിനൊപ്പം സരിൻ നിൽക്കുന്നതായുള്ള ചിത്രമാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തലവെട്ടിയൊട്ടിക്കൽ ഫോട്ടോ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നാണ് സൗമ്യ സരിൻ കുറിച്ചത്. എറണാകുളം 3 കല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. മരിച്ചത് എറണാകുളം കുറുപ്പുംപടി സ്വദേശി ശാന്തയാണ്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ശാന്തയുടെ ഒരു സുഹൃത്തിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതകയ്ക്കെത്തി. മോഷണ ശ്രമത്തിന് ശേഷം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം അവസാന നിമിഷം റദ്ദാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങളെ കാണരുതെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നടപടി. പത്രസമ്മേളനത്തിൽ ഇരയെക്കുറിച്ച് മോശം അഭിപ്രായം രാഹുൽ പറയുകയോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുകയോ ചെയ്യുമെന്ന ആശങ്ക തിരിച്ചറിഞ്ഞാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ. ഇരകളെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ചാൽ രംഗം കൂടുതൽ വഷളാകുമെന്നാണ് കണക്കുകൂട്ടൽ. സതീശൻ ഇക്കാര്യം സൂചിപ്പിച്ച് രാഹുലിനെ നേരിട്ട് ഫോണിൽ വിളിച്ചതായാണ് സൂചന. പത്തനംതിട്ടയിലെ സ്വന്തം വസതിയിൽ ഉച്ചയ്ക്ക് 3:30 ശേഷം പത്രസമ്മേളനം നടത്തുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് മാധ്യമപ്രവർത്തകരും വീട്ടിലെത്തി. എന്നാൽ 4:30 പിന്നീട് കാണാമെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ച് രാഹുലിനൊപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ വീടിന്റെ വാതിൽ അടയ്ക്കുകയായിരുന്നു. ലൈംഗികാരോപണം വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചതായി രാഹുൽ വാർത്താസമ്മേളനം നടത്തിയാണ് പ്രഖ്യാപിച്ചിരുന്നത്. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉൾപ്പെടെ മുറുകിയ സാഹചര്യത്തിൽ രാഹുലിന്റെ പത്രസമ്മേളനം ഏറെ ആകാംക്ഷയോടെയായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നത്. നെയ്യാറ്റിൻകരയിൽ യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ പള്ളിക്കൽ സ്വദേശി അഞ്ജലി റാണിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. വിവാഹിതയായ അഞ്ജലി ജോലി സൗകര്യാർത്ഥം നെയ്യാറ്റിൻകരയിലെ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു. സ്ഥാപനത്തിലെ 4 പേരായിരുന്നു ഇവരോടൊപ്പം മുറിയിൽ താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടി ആയതിനാൽ അഞ്ജലിക്ക് ശനിയാഴ്ച അവധിയായിരുന്നു. ഒക്കമുണ്ടായിരുന്ന 3 പേരും ഡ്യൂട്ടിക്ക് പോയിരുന്നു.
സംഭവ സമയം അഞ്ജലി മാത്രമാണ് താമസ സ്ഥലത്തുണ്ടായിരുന്നത്. ഏറെ നേരമായിട്ടും അഞ്ജലിയെ പുറത്തു കാണാത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഞാൻ പോകുന്നു എന്നെഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം മരണത്തിന് കാരണമെന്താണെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA സ്ഥാനം രാജിവെച്ചേക്കുമെന്ന് സൂചന. കോൺഗ്രസ് നിയമസഭാ കടിക്ക് ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അടൂരിലെ വീട്ടിൽ തുടരുന്ന രാഹുൽ ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ഇന്നലെ പാലക്കാട്ടെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുലിന്റെ രാജിയിൽ പാർട്ടിയിൽ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് പാലക്കാട്ടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കിയതുമായിരുന്നു. കായംകുളത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആരാധ്യയായാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായംകുളം കൃഷ്ണപുരത്താണ് സംഭവം. എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പുതുക്കി രജിസ്റ്റർ ചെയ്യാനുള്ള ചെലവ് ഇരട്ടിയിലധികമാക്കുന്ന ഉത്തരവ് കേരളത്തിൽ ഉടൻ നടപ്പിലാകില്ല എന്ന് സൂചന. കേന്ദ്ര റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇത് ഏപ്രിലോടെ പ്രാബല്യത്തിലാകേണ്ടതായിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതിയിലെ കേസ് കാരണം ഇതിലുടൻ കേരളം തീരുമാനമെടുക്കില്ല. കോടതി തീരുമാനം വരെ കാത്തിരിക്കാനാണ് സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ തീരുമാനം. കേന്ദ്ര ഉത്തരവ് നടപ്പിലാക്കിയാൽ എല്ലാത്തരം വാഹനങ്ങൾക്കും നിരക്ക് വർധനവ് ബാധകമാകും. ഇരുചക്ര വാഹനങ്ങളുടെ പുതുക്കലിന് കേന്ദ്ര നിബന്ധന പ്രകാരം 300 രൂപയ്ക്ക് പകരം 1000 രൂപ നൽകേണ്ടി വരും. കാറുകളുടേത് 600 നിന്നും 5000 വരെയാണ് കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. തരംതിരിക്കനുസരിച്ച് വലിയ വാഹനങ്ങളുടെ പുതുക്കൽ ഫീസ് 12000 മുതൽ 18000 വരെയായി ഉയരും. സംസ്ഥാന നികുതികൾ ഇതിനു പുറമെയാവും. ഏപ്രിൽ 1 മുതൽ നിലവിൽ നൽകി വരുന്ന റോഡ് നികുതിയുടെ പകുതി തുക കൂടി അധികം നൽകണം. അതിനോടൊപ്പം കേന്ദ്രത്തിന്റെ പുതിയ പുതുക്കൽ ഫീസും ചേർന്ന് വരും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ 81ാം വകുപ്പ് പ്രകാരം ഫീസ് വർദ്ധിപ്പിച്ചുള്ള ഉത്തരവ് കേന്ദ്ര മന്ത്രാലയം നേരത്തെ ഇറക്കിയിരുന്നു. ഹൈക്കോടതിയിൽ ഇതിനെതിരെ കേസെത്തിയപ്പോൾ മരവിച്ചു. ഇത് കേസ് ഇപ്പോഴും തുടരുകയാണ്. ഇതാണ് ആശ്വാസമായി മാറുന്നത്. ഇപ്പോൾ തന്നെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പുതുക്കുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് സത്യവാങ്മൂലം വാങ്ങുന്നുണ്ട്. വർധനവ് പ്രാബല്യത്തിലായാൽ ഈ തുക നൽകാൻ ബാധ്യസ്ഥമാണെന്നാണ് നിബന്ധന ചെയ്യുന്നത്. കോടതി സ്റ്റേയുള്ളതിനാൽ നിലവിൽ ഈ തുക വാങ്ങിക്കുന്നില്ല. ഉത്തരവ് നീങ്ങിയാൽ വർദ്ധിച്ച തുക നൽകാൻ ബാധ്യസ്ഥമാകും. 15 വർഷത്തിന് ശേഷം 5 വർഷത്തേക്കാണ് സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നത്. ഇതിന് അനുമതി ലഭിക്കണമെങ്കിൽ അറ്റപ്പണി പണികൾ പെയിന്റിംഗ് അടക്കം പൂർത്തിയായിരിക്കണം. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള നിരക്കും കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ഇത് പ്രാബല്യത്തിൽ എന്ന് വരുമെന്നാണ് അനിശ്ചിതാർത്ഥം. അതിനിടെ കേസ് വേഗത്തിൽ തീർക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടലും നടത്തുമെന്നാണ് സൂചന. പ്രൈവറ്റായി ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ 300 രൂപ ഉണ്ടായിരുന്നത് 1000 രൂപയായി ഉയർത്തിയിരുന്നു. 3 വീലറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ഫീസ് 600 രൂപയിൽ നിന്ന് 2500 ആക്കി. കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ 600 രൂപ ഉണ്ടായിരുന്നത് 5000 ആക്കി. ഇറക്കുമതി ചെയ്ത ഇരുചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ 10000 രൂപ ഫീസ് അടക്കണം. നിലവിൽ 2500 രൂപയാണ് ഫീസ്. ഇറക്കുമതി ചെയ്ത കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ ഫീസ് 40000 രൂപയിൽ നിന്ന് 40000 രൂപയാക്കി. മറ്റു വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ 3000 രൂപ ഉണ്ടായിരുന്നത് 6000 രൂപയാക്കി. ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള നിരക്കിൽ വൻ വർധനമാണ്. ഈ വിഭാഗത്തിലെ ഇരുചക്ര വാഹനങ്ങൾക്ക് 1400 രൂപയാണ് പുതിയ ഫീസ്. നിലവിൽ 400 രൂപയായിരുന്നു. 3 വീലറുകൾക്ക് 400 രൂപ ഉണ്ടായിരുന്നത് 4300 ആക്കി. കാറുകൾക്ക് 800 രൂപ ഉണ്ടായിരുന്നത് 8300 ആക്കി. ഹെവി വാഹനങ്ങൾക്ക് 800 രൂപ ഉണ്ടായിരുന്നത് 13500 ആക്കി ഉയർത്തി. രജിസ്ട്രേഷൻ പുതുക്കാനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാനും വൈകിയാൽ ഈടാക്കുന്ന പിഴയും ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് IPI ആവശ്യപ്പെട്ടു. കേരഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്താ ചോർച്ചയിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത്. രേഖകൾ പരിശോധിക്കാനും തിരച്ചിൽ നടത്താനും ബന്ധപ്പെട്ട വ്യക്തികളെ ചോദ്യം ചെയ്യാനുമടക്കം വിപുലമായ അധികാരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്നത്. കത്തിൽ ചൂണ്ടിക്കാട്ടി. ഭാവിയിൽ സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന മറ്റു വാർത്തകളും മാധ്യമങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് ഇത് വാതിൽ തുറക്കുമോ എന്ന് ആശങ്ക തിരിച്ചറിഞ്ഞാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ. നിലവിൽ പ്രഖ്യാപിച്ച അന്വേഷണം മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റത്തിലേക്ക് നീങ്ങില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നായിരുന്നു IPI ആവശ്യപ്പെട്ടത്. മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി ഈയിടെ നടത്തിയ പരാമർശം സ്വാഗതാർഹമാണ്. വിമർശനാത്മകമായ റിപ്പോർട്ടിംഗ് ജനാധിപത്യത്തിന് അനിവാര്യമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ശിക്ഷിക്കപ്പെടരുതെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും യോജിക്കുമെന്ന് കരുതുന്നു. വാർത്താ സ്രോതസ് വെളിപ്പെടുത്താനോ മാധ്യമ പ്രവർത്തനത്തിന് വിശദാംശങ്ങൾ നൽകാനോ മാധ്യമപ്രവർത്തകർ ബാധ്യസ്ഥരല്ല. മാധ്യമ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും അനുവാദമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വിഷയം സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്നും IPI എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോട്ട് ഗ്രിഫൻ കത്തിൽ വ്യക്തമാക്കി. ട്രാൻസ്ജെൻഡർ സമുദായത്തോട് സമഭാവനയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് പുലർത്തണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി RB ബിന്ദു. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച 5ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനുഷ്യരുണ്ടായ കാലം മുതൽ വ്യത്യസ്ത സ്വത്വങ്ങളുണ്ട്. അവയെ ഉൾക്കൊള്ളാൻ സമൂഹത്തിന് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യരോട് സമൂഹത്തിന്റെ നിലപാടും മനോഭാവം മാറണം. അവരുടെ കഴിവുകളെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. മന്ത്രി ട്രാൻസ് സഹോദരങ്ങൾക്കായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സധൂരൻ കൊളവണ്ണ നൽകിയ
പരിപാടിയിൽ തുടങ്ങുന്നു. തമിഴ്നാട് കലപിച്ച സദൻഷ്യ നേതവിൽ കലാപ്രതിഭകളും മികച്ച പ്രകടനം മുട്ടുവച്ചു. മന്ത്രി ദോഗത് ബന്ധു വോലി തിരുകുമ്പൻ നദിക്ക മേയർ സംഘ ഹിവിൻ വിൽസു സാംജു നിധി വാഗൻ ഡാക്ടർ അരണ നിധിദ്രികൾ ജില്ലാ ട്രാൻസ്ഫർ ബാർസ് ഇതിന് അനാമിക സാംസ്തി ഗോൾ കോർണർ ഫസീൽ അഹമ്മദ് സാംജി നിധി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലൈംഗിക ചൂഷണ പരാതികളുടെ പരമ്പര നേരിടുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ നിയമസഭാംഗത്വം ഒഴിയാനായി കോൺഗ്രസിൽ വൻ സമ്മർദ്ദം. രാജിക്ക് രാഹുൽ വിസമ്മതിച്ചാൽ പുറത്താക്കൽ അടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടിയും പാർട്ടിയുടെ പരിഗണനയിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചു. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും പ്രധാന നേതാക്കളുമായി ആശയവിനിമയം തുടങ്ങി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും നേതാക്കളുടെ അഭിപ്രായം തേടി. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏകാഭിപ്രായത്തിലെത്തിയിട്ടില്ല. നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിലുണ്ട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കി. ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയാൻ പാർട്ടിയും രാഹുലും ഉടനടി എടുത്ത തീരുമാനമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അതിനുശേഷം പുറത്തുവന്ന ശബ്ദരേഖകളും ചാറ്റുകളും കോൺഗ്രസിനുണ്ടാക്കുന്ന വലിയ ക്ഷതം ചൂണ്ടിക്കാണിയാണ് സതീശൻ ഉറച്ച നിലപാടിലേക്ക് നീങ്ങിയത്. രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് കൊച്ചിയിൽ പ്രഖ്യാപിച്ച സതീശൻ തന്റെ നിലപാട് പരസ്യമാക്കി. രാജി വേണമെന്ന അഭിപ്രായം വെള്ളിയാഴ്ച വരെ സണ്ണി ജോസഫിനുണ്ടായിരുന്നില്ല. ഇന്നലെ പുറത്തുവന്ന തികച്ചും സ്ത്രീവിരുദ്ധമായ സംഭാഷണം അദ്ദേഹത്തെയും സമ്മർദ്ദത്തിലാക്കി. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നേക്കാം എന്നതുകൊണ്ട് തന്നെ തീരുമാനം നീട്ടിക്കൊണ്ടു പോകാനിടയില്ല. തീരുമാനം കേരള നേതൃത്വത്തിന് വിടുകയാണ് AICC ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുമുള്ള രാജിയോടെ ആ അധ്യായം അവസാനിച്ചു എന്ന നിലപാടാണ് ദീപാദാസ് മുൻഷി ഇന്നലെ രാവിലെ കൈക്കൊണ്ടതെങ്കിലും സതീശൻ ഫോണിൽ വിയോജിപ്പ് അറിയിച്ചു. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെ രാഹുലിനെ സംരക്ഷിക്കാനാവില്ലെന്നും KC വേണുഗോപാലിനോടും വ്യക്തമാക്കി. കടുത്ത നടപടി വേണമെന്നാണ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെയും ആവശ്യം. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും രാഹുൽ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് അത് വിലക്കി. BJPക്ക് സ്വാധീനമുള്ള പാലക്കാട്ടെ MLAയാണ് രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട ഉപതിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നേതൃത്വം വിശകലനം ചെയ്തു. ഒഴിവ് വന്നാൽ 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് 1 വർഷമെങ്കിലും കാലാവധി ബാക്കിയുണ്ടാവണമെന്ന നിബന്ധനയുമുണ്ട്. ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് മെയ് 23-നാണ്. അതിനാൽ ഉപതിരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം. പ്രവർത്തകന്റെ വീട് പണയപ്പെടുത്തി വായ്പയെടുത്ത് തിരികെ നൽകാതെ വിവാദത്തിലായ CPM തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് 1.5 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നത് കെട്ടിട നമ്പറില്ലാതെ. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ LDF ഭരണമുള്ള കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് CPM സ്ഥാന സെക്രട്ടറിയാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിനാൽ നഗരസഭ നമ്പർ അനുവദിച്ചിട്ടില്ല. 1.73 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 3 നില കെട്ടിടം നിർമ്മിക്കുമ്പോൾ മതിയായ പാർക്കിംഗ് സൗകര്യം വേണമെന്നുള്ള ചട്ടം പാലിച്ചിട്ടില്ല. റോഡിൽ നിന്നും ചട്ടപ്രകാരമുള്ള ദൂരപരിധിയുമില്ല. നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചാലേ റവന്യൂ വിഭാഗം കെട്ടിട നമ്പർ അനുവദിക്കൂ. നമ്പർ കിട്ടാൻ CPM നേതാക്കൾ നഗരസഭയിലെ മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബകൾ. 25-40 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളത്തിലാണ് തലച്ചോറ് തീനി എന്നറിയപ്പെടുന്ന ഏറ്റവും അപകടകാരിയായ നൈഗ്ലേറിയ ഫൗളറി വിഭാഗം അമീബകൾ പെട്ടെന്ന് പെരുകുന്നത്. അതിവേഗം തലച്ചോറിനെയും കേന്ദ്ര നാഡീവ്യൂഹത്തെയും ബാധിക്കുകയും മരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും അപകടകാരിയായ അമീബ വിഭാഗമാണിത്. മഴ പെയ്ത ശേഷം പെട്ടെന്ന് ചൂടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഇവയുടെ വ്യാപനമുണ്ടാകുന്നുവെന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയത്. അണുബാധയുള്ള വെള്ളം മുക്കിലൂടെ പ്രവേശിക്കുന്നതിലൂടെയാണ് കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക് ഇവ എത്തുന്നത്. അപകടകാരിയായ മറ്റൊരിനം ബലമുത്തിയ മാൻഡലാറിസ് ആണ്. ഇവ മണ്ണിൽ ജീവിക്കുന്നവയാണ്. മുറിവിലൂടെയും ശ്വസനത്തിലൂടെയും മനുഷ്യരെ ബാധിക്കാമെന്ന് ഗവേഷകർ പറയുന്നു. ആരോഗ്യമുള്ളവരെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയും ഒരുപോലെ ബാധിക്കാം. മരണനിരക്കും വളരെ കൂടുതലാണ്. ഇവയെ തിരിച്ചറിയാൻ പ്രയാസമാണെങ്കിലും ആരോഗ്യ വകുപ്പിന് കീഴിൽ ഇവയെ തിരിച്ചറിയാനുള്ള മോളിക്കുലാർ പരിശോധനയ്ക്കുള്ള സംവിധാനം വികസിപ്പിച്ചെന്ന് നേരത്തെ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരുന്നു.
ചൂട്, ക്ലോറിൻ, അൾട്രാവയലറ്റ് വികിരണം എന്നിവയെ പ്രതിരോധിക്കാനും പരിസരത്ത് ദീർഘകാലം നിലനിൽക്കാനുമുള്ള ശേഷിയുള്ള ഇവ ആവർത്തിച്ച് രോഗവ്യാപനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മണ്ണ്, വായു, ജലം എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നവയാണ് അഗന്ധമീബ സ്പീഷീസ്. കണ്ണിനെയും തലച്ചോറിനെയും സാരമായി ബാധിക്കുന്നവയാണ്. പ്രതികൂല സാഹചര്യങ്ങളെയും അണുനാശിനികളെയും അതിജീവിക്കാൻ ഇവയ്ക്കാകും. വെർമാമീബ വെർമിഫോമിസ് എന്ന ഇനം മണ്ണിലും ജലത്തിലും വ്യാപകമായി കാണുന്നവയാണ്. ഇവ അപൂർവമായി മാത്രമേ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകാറുള്ളൂ. നേരിട്ട് രോഗമുണ്ടാക്കുന്നതിനേക്കാൾ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ സ്വന്തം ശരീരത്തിൽ വഹിക്കുന്നതിനാൽ മറ്റുതരം രോഗങ്ങൾക്കും കാരണമാകാം. ഉയർന്ന താപനിലയിലും കോശങ്ങൾ നശിക്കാനുള്ള സാധ്യത കുറവാണ്. ചികിത്സകളെ പോലും അതിജീവിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. സൂപ്പർ ക്ലോറിനേഷൻ പോലുള്ള ജലശുദ്ധീകരണ സംവിധാനങ്ങളിലൂടെ മാത്രമേ ഒരു പരിധിവരെ ഈ അമീബ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കഴിയൂ. വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിയമോപദേശം. എക്സൈസ് കമ്മീഷണർ ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് കോടതി ഉത്തരവിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പരാമർശങ്ങളുണ്ടായത്. ഇതൊഴിവാക്കാനും കേസ് നടപടികൾ സ്റ്റേ ചെയ്യാനും ഹൈക്കോടതിയെ സമീപിക്കാനും ലീഗൽ അഡ്വൈസർ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ആഭ്യന്തര വിജിലൻസ് സെക്രട്ടറിക്ക് കൈമാറി. സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. സുപ്രീം കോടതിയുടെ ആവർത്തിച്ചുള്ള വിധികൾ പാലിക്കാതെയും സർക്കാരിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി തേടാതെയുമാണ് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് നിയമവിദഗ്ധർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഒന്നിലധികം കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ സ്റ്റേ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നിയമവിരുദ്ധമായ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് മുഖ്യമന്ത്രി എങ്ങനെ അംഗീകരിച്ചു? ഈ കേസിൽ മുഖ്യമന്ത്രിക്ക് എന്തു കാര്യം? വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ ഇടപെടൽ സാധ്യമാണോ? അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചെന്നും മേൽ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നുമാണ് മുൻ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത കോടതിയെ അറിയിച്ചത്. ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവി വഹിക്കുന്നവരുടെ റോൾ എന്താണ്? വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല. ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാവണം, ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാവരുത്. അന്വേഷണ റിപ്പോർട്ട് മറിച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുതാനാകുമോ? വിജിലൻസ് കോടതി വിധിക്കെതിരെ ADGP MR അജിത് കുമാർ സ്വന്തം നിലയിലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തിയതായി അറിയുന്നു. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമെന്നാണ് വിവരം. ഗാസയിൽ ഇസ്രയേൽ വെടിവയ്പ്പുകളിലും ബോംബിങ്ങിലും 4 കുട്ടികളടക്കം 37 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്നവരും ഭക്ഷണം തേടിയെത്തിയവരുമാണ് കൊല്ലപ്പെട്ടത്. പട്ടിണി മൂലം ഇന്നലെ 2 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 112 കുട്ടികളടക്കം 273 പേരായി. പട്ടിണി വ്യാപിച്ച ഗാസ സിറ്റി ക്ഷാമ മേഖലയായി UN ഏജൻസിയായ IPC കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഗാസ സിറ്റി ഇപ്പോഴും ഹമാസ് ശക്തി കേന്ദ്രമാണെന്നും അവരെ തകർക്കും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ ആവർത്തിച്ചു. അതേസമയം യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ ആകാശത്ത് വച്ച് തകർത്തെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതി വിമതർ ഏറ്റെടുത്തു. ഇസ്രയേലിന്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോണിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതുൾപ്പെടെ 3 ആക്രമണങ്ങൾ നടത്തിയെന്ന് ഹൂതി വക്താവ് യഹ്യ സരി അവകാശപ്പെട്ടു. അതിനിടെ ഇസ്രയേലിനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ബില്ലിന് നെതർലൻഡ്സ് പാർലമെന്റിൽ പിന്തുണ കിട്ടാതെ വന്നതോടെ വിദേശകാര്യമന്ത്രി കാസ്പർ ബെൽക്യാമ്പ് രാജിവെച്ചു. ജൂണിൽ മറ്റൊരു ഘടകകക്ഷി പിൻവലിച്ചതോടെ ബഹുമതം നഷ്ടമായിരുന്ന സർക്കാർ ഇതേ കൂടുതൽ പ്രതിസന്ധിയിലായി. ഒക്ടോബറിലാണ് രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ്. മോസ്കോ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. ശനിയാഴ്ചയാണ് മോസ്കോ നഗരത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ തകർത്തിട്ടുണ്ട്. മുന്നറിയിപ്പിന്റെ ഭാഗമായി മോസ്കോ നഗരത്തിലേതുൾപ്പെടെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 3 മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ 32 ഡ്രോണുകൾ നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. അതേസമയം ആരാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. മോസ്കോയിലേക്ക് പറന്നുയർന്ന ഒരു ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടതായും വിദഗ്ധർ തകർന്നു വീണ ഭാഗങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു. മോസ്കോയുടെ കിഴക്കും ഇഷേസ്ക് നിഷ്നി നോൾഗാവ് റോഡ്
സമര, പെൻസ്, ടാംബോവ്, ഉലിയാനോവ്സ്ക് എന്നീ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വിമാനത്താവളത്തിൽ ഒട്ടേറെ വിമാനങ്ങൾ വൈകിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 2025 അവസാനത്തോടെ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പ് വിപണിയിൽ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച 6G നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനായി സർക്കാർ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദ എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യ സെമി കണ്ടക്ടർ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. ഇന്ത്യയിൽ സെമി കണ്ടക്ടർ നിർമ്മാണം 50 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കാമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ത്യ അത് നഷ്ടപ്പെടുത്തി. ഇന്ന് നമ്മൾ ഈ സാഹചര്യം മാറ്റി. ഇന്ത്യയിൽ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷത്തിന്റെ അവസാനത്തോടെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് വിപണിയിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 100 രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാൻ രാജ്യം തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായി അടുക്കുന്ന യുഎസിന് മറുപടിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് പാകിസ്ഥാന്റെ പൂർവ്വകാല ചരിത്രം മറക്കുകയാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായ ഒസാമ ബിൻ ലാദനെ 2011 പിടികൂടിയത് പാകിസ്ഥാനിലെ സൈനിക പട്ടണമായ അബോട്ടാബാദിൽ നിന്നാണെന്നും ജയശങ്കർ ഓർമ്മിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിവയ്പ്പിന് മധ്യസ്ഥത വഹിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജയശങ്കറിന്റെ ഓർമ്മപ്പെടുത്തൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചതിലൂടെ US പാകിസ്ഥാൻ ബന്ധത്തിലെ ചരിത്രം അവഗണിക്കുകയാണ്. അവർക്ക് പരസ്പരം ഒരു ചരിത്രമുണ്ട്. നമ്മളിതെല്ലാം കാണുന്നത് ആദ്യമല്ല എന്ന് പറഞ്ഞ് വിശദമാക്കി തിരിച്ചുവന്ന ജയശങ്കർ പറഞ്ഞു. US പാകിസ്ഥാനുമായി അടുക്കുന്ന സാഹചര്യത്തിൽ സ്വയം ഇന്ത്യയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ആ ചരിത്രം തുടരാനാകില്ല. അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിച്ചു കഴിഞ്ഞു എന്നും ജയശങ്കർ പറഞ്ഞു. സംഘർഷമുണ്ടാകുമ്പോൾ എല്ലാ രാജ്യങ്ങളും പരസ്പരം സംസാരിക്കാറുണ്ട്. ആ സമയത്ത് ഫോൺ കോളുകൾ നടന്നിരുന്നു എന്നതൊരു വസ്തുതയാണ്. US-ൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വന്നിരുന്നു. ഇതൊരു രഹസ്യമല്ല. എനിക്ക് വന്ന മിക്കവാറും എല്ലാ ഫോൺ കോളുകളും US ഫോൺ കോളുകൾ ഉൾപ്പെടെ എൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിനിടയിൽ ഞാൻ വിളിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ ഞാൻ വിളിച്ചിരുന്നു. അവിടെ ഞാൻ ശ്രീ ശങ്കരൻ എന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം നേരിട്ട് അന്വേഷിക്കട്ടെ. എന്തിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്? തനിച്ചു താമസിച്ചിരുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സൈനുൽ അബ്ദീനും ഭാര്യ അനീഷയും പോലീസിന്റെ വലയിലായത് മോഷ്ടിച്ച മൊബൈൽ ഫോണിലെ സിം കാർഡ് മാറ്റി മറ്റൊന്ന് ഇടുന്നതിനിടയിൽ കാണാതായ ഫോൺ നേരത്തെ അറസ്റ്റിലായ അബൂബക്കർ തട്ടി നശിപ്പിച്ചു എന്നായിരുന്നു അതുവരെ പോലീസിന്റെ നിഗമനം. അബൂബക്കർ അങ്ങനെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മോഷ്ടിച്ച സ്വർണ്ണക്കമ്മലും ഫോണുമായി യഥാർത്ഥ പ്രതികൾ സൈനുൽ അബ്ദീനും അനീഷയും സംഭവം നടന്ന 17-ന് പുലർച്ചെ തന്നെ കടന്നു കളഞ്ഞിരുന്നു. ഫോൺ ഓഫ് ചെയ്തിരുന്നു. ഇതേപ്പറ്റി അപ്പോൾ പോലീസിന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. എങ്കിലും കാണാതായി ഫോൺ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഈ ഫോൺ മറ്റൊരു സിം കാർഡ് ഇട്ട് പ്രവർത്തിപ്പിച്ചപ്പോൾ തന്നെ പോലീസിന് വിവരം കിട്ടി. ഫോൺ മൈനാഗപ്പള്ളിയിലാണെന്നും കണ്ടെത്തി. കൊല്ലം പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ രാത്രി തന്നെ പിടികൂടുകയും ചെയ്തു. DYSP KN രാജേഷിന്റെയും സ്റ്റേഷൻ ഓഫീസർ M പ്രതീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ സൈനുൽ അബ്ദീൻ മുൻപ് മോഷണം, അടിപിടി കേസുകളിൽ പ്രതിയായിരുന്നെന്നും അനീഷ ഇയാളുടെ 3ാമത്തെ ഭാര്യയാണെന്നും പോലീസ് പറഞ്ഞു. മരിച്ച സ്ത്രീയുമായി അടുപ്പമിരുന്ന അബൂബക്കർ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. 11 മണിയോടെ അബൂബക്കർ മടങ്ങി. അബൂബക്കർ അകത്തുള്ളപ്പോൾ സൈനുൽ അബ്ദീനും അനീഷയും വീടിന് സമീപത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അബൂബക്കർ പോയ ശേഷം അവർ വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന് വിദ്യുത് വിച്ഛേദിച്ചു. മോഷണ ശ്രമത്തെ സ്ത്രീ തെറുക്കുമ്പോൾ സൈനുൽ അബ്ദീൻ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുത്തി. തുടർന്ന് സ്ത്രീയുടെ ശരീരത്തിലും മുറിയിലും മുളകുപൊടി വിതറി. അലമാറയിലുണ്ടായിരുന്ന കമ്മലും കട്ടിലിൽ നിന്ന് മൊബൈൽ ഫോണും മോഷ്ടിച്ചു കടന്നുകളഞ്ഞു. സംശയം തോന്നിയവരെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ കൊലപാതകം നടത്തിയെന്നും മുളകുപൊടി വിതറിയെന്നും ഫോൺ എടുത്തെന്നും അബൂബക്കർ സമ്മതിച്ചതോടെയാണ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറയുന്നു. കാണാതായ ഫോണിൽ മറ്റൊരു സിം കാർഡ് ഇട്ട് പ്രവർത്തിപ്പിച്ചതോടെയും ഫോൺ കൊല്ലം മൈനാഗപ്പള്ളിയിലാണെന്നും പോലീസ് കണ്ടെത്തിയതോടെയുമാണ് യഥാർത്ഥ പ്രതി അബൂബക്കർ അല്ലെന്ന് വ്യക്തമായത്. മൈനാഗപ്പള്ളിയിലെത്തി സൈനുൽ അബ്ദീനെയും അനീഷയെയും പോലീസ് പിടികൂടി. കമ്മൽ വിറ്റതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫോണും കണ്ടെത്തി. മൈനാഗപ്പള്ളിയിലെ സൈനുൽ അബ്ദീന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മുളകുപൊടിയുടെ ബാക്കിയും കണ്ടെത്തി. കൊല്ലപ്പെട്ട ആളുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശാസ്ത്രീയ പരിശോധനയുടെ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ആലപ്പുഴ കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ വീടിന് സമീപത്ത് നിന്ന് ലഭിച്ച കാലിയായ മദ്യക്കുപ്പിയിൽ നിന്നും തെളിവുണ്ടായേക്കും. സൈനുൽ അബ്ദീൻ ഉപയോഗിച്ച മദ്യത്തിന്റെയാണ് കുപ്പിയെന്ന് പോലീസ് പറയുന്നു. മദ്യം വാങ്ങിയത് എവിടെ നിന്നാണ് കുപ്പിയിലെ QR കോഡ് വഴി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മദ്യവിൽപ്പനശാലയിൽ നിന്ന് വ്യക്തമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് മദ്യം വാങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്.
വൈകിട്ട് 5 മുതൽ രാത്രി 9 മണിക്കിടയിൽ ഈ മദ്യവിൽപ്പനശാലയിൽ 72 ബില്ലുകൾ അടിച്ചിട്ടുണ്ട്. ആ സമയത്ത് മദ്യം വാങ്ങിയവരുടെ ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. പ്രതി ലഭിച്ച താമസം വന്നതിനാൽ പ്രതികളുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നത് വിഷമമാണ്. 30 ദിവസത്തിലേറെ തടവിൽ കഴിയുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും പുറത്താക്കാനുള്ള ബില്ലിൽ നിന്ന് തനിക്ക് ഇളവു നേടാനുള്ള അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ തുടർച്ചയായി 30 ദിവസം തടവിൽ കഴിയുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവരെ പുറത്താക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലിൽ തനിക്ക് ഇളവുണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ബില്ലുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലെ ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് ഇളവ് നൽകണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. എന്നാൽ നരേന്ദ്രമോദി ഇത് നിഷേധിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയും രാജ്യത്തെ പൗരനാണ്, അദ്ദേഹത്തിന് പ്രത്യേക സംരക്ഷണമുണ്ടാകേണ്ട കാര്യമില്ല. ഭൂരിഭാഗം മുഖ്യമന്ത്രിമാരും നമ്മുടെ പാർട്ടിയിൽ നിന്നാണ്. നമ്മുടെ ആളുകൾ തെറ്റ് ചെയ്താൽ അവരെയും പദവികളിൽ നിന്ന് നീക്കണം. ധാർമ്മികതയ്ക്കും എന്തെങ്കിലും അർത്ഥമുണ്ടാകണം. ധാർമ്മികതയാണ് കേന്ദ്രബിന്ദു എന്നതിനാൽ പ്രതിപക്ഷം ഈ ബില്ലിനെ സ്വാഗതം ചെയ്യും, പ്രധാനമന്ത്രി പറഞ്ഞതായി റിജിജു പറഞ്ഞു. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും 1 ഗഡു അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. UGC, AICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA, DR വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. ഇതുവഴി സർക്കാരിന്റെ വാർഷിക ചെലവിൽ ഏകദേശം 2000 കോടി രൂപയുടെ വർധനവുണ്ടാകും. ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. ഈ വർഷം 2ാമത്തെ ഗഡു DA, DR ആണ് ഇപ്പോൾ അനുവദിച്ചത്. കഴിഞ്ഞ വർഷവും 2 ഗഡു അനുവദിച്ചിരുന്നു. DA ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ 2021-2022 സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പണമായും നൽകിയിരുന്നു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പ്രൊമോട്ടർ ഡയറക്ടർ അനിൽ അംബാനിയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും CBI റെയ്ഡ്. ബാങ്കു തട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധനയെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. അനിൽ അംബാനിയുടെ മുംബൈയിലെ വസതിയടക്കം റിലയൻസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധമുള്ള 6 ഇടങ്ങളിലായിരുന്നു പരിശോധന. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 2000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയതിന് റിലയൻസ് കമ്മ്യൂണിക്കേഷനെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജൂലൈ 13 അനിൽ അംബാനിയെയും റിലയൻസ് കമ്മ്യൂണിക്കേഷനെയും SBI തട്ടിപ്പ് വിഭാഗത്തിൽപ്പെടുത്തി. തുടർന്ന് ജൂൺ 24 റിസർവ് ബാങ്കിന് റിപ്പോർട്ട് കൈമാറി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ വായ്പ വകമാറ്റി ചെലവഴിച്ചുവെന്നും റിസർവ് ബാങ്കിന് നൽകിയ റിപ്പോർട്ടിൽ SBI പറയുന്നു. തുടർന്ന് RBIയുടെ മാർഗനിർദ്ദേശമനുസരിച്ച് CBI കേസെടുക്കുകയായിരുന്നു. വിവിധ ബാങ്കു തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം നിലപ്പിക്കൽ കേസിൽ അനിൽ അംബാനിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ആഴ്ചകൾക്കകമാണ് CBI റെയ്ഡ്. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട 30ലധികം സ്ഥലങ്ങളിൽ ED പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. 2017-ലും 2019-ലും യെസ് ബാങ്കിന് അനുവദിച്ച 3000-ലേറെ രൂപ വകമാറ്റി ചെലവഴിച്ചു എന്നാണ് EDയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. വിമാനയാത്ര ജനകീയമാക്കണമെന്നും യാത്രാ ചെലവ് കുറയ്ക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫിക്കിയുടെ സഹകരണത്തോടെ സിയാൽ സംഘടിപ്പിച്ച കേരള വ്യോമയാന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മൂലധനം കുറച്ച് സമയനഷ്ടമില്ലാതെ യാത്ര ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വ്യോമയാന വ്യവസായത്തിൽ സിയാൽ ജനകീയ മാതൃക തീർത്തു. 30,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച സിയാൽ താന്ത്രിക വിദ്യാമാറ്റങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടു. വ്യോമഗതാഗതം ശക്തിപ്പെടുന്നത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിയാലിൽ ആരംഭിക്കുന്ന എയർപോർട്ട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യ കേന്ദ്രത്തിന്റെ താക്കോൽദാനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. വ്യവസായ മന്ത്രി P. രാജീവ് അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക്, സിയാൽ ഡയറക്ടർമാർ അരുണ സുന്ദർരാജൻ, NV ജോർജ്, വർഗീസ് ജേക്കബ്, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഡോക്ടർ S. സെന്തിൽനാഥൻ, ഫിക്കി സീനിയർ ഡയറക്ടർ മനോജ് മേത്ത, സിയാൽ മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ്, എയർപോർട്ട് ഡയറക്ടർ G. മനു എന്നിവർ പങ്കെടുത്തു. സീപ്ലെയിൻ, ഹെലികോപ്റ്റർ, eVTOL സമന്വയിപ്പിച്ച് എയർ ടാക്സി ആരംഭിച്ചാൽ കേരളത്തിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാകുമെന്ന് ഉച്ചകോടിയിൽ നടന്ന പാനൽ ചർച്ചയിൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നതിൽ സിയാലിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. അർബൻ മൊബിലിറ്റിക്ക് ഹെലികോപ്റ്റർ, സീപ്ലെയിൻ, eVTOL എന്നിവയുടെ സാധ്യതകൾ തേടി നടന്ന ചർച്ചയിൽ തുമ്പി ഏവിയേഷൻ CMD ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഡോക്ടർ KNG നായർ മോഡറേറ്ററായി. മൊബിലിറ്റിയുടെ ഭാവി ഹൈബ്രിഡ് എയർ ടാക്സികളാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സരള ഏവിയേഷൻ വൈസ് പ്രസിഡന്റ് പായൽ സതീഷ് പറഞ്ഞു. മൂന്നാർ, തേക്കടി, ആലപ്പുഴ, ശബരിമല എന്നിടങ്ങളിലേക്ക് എയർ ടാക്സി സാധ്യമാണ്. സിയാലിൽ ഓപ്പറേഷണൽ ഹബ്ബ് തുടങ്ങാൻ താൽപ്പര്യമുണ്ടെന്നും അവർ പറഞ്ഞു. തീർത്ഥാടന വിനോദസഞ്ചാര കണക്ടിവിറ്റിക്ക് ഹൈബ്രിഡ് എയർ ടാക്സി മികച്ചതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. സീപ്ലെയിൻ ഓപ്പറേഷൻ നടത്തുന്നതിനായി കൂടുതൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് ഡി ഹാവിലാൻഡ് എയർക്രാഫ്റ്റ് ഓഫ് കാനഡ ലിമിറ്റഡ് ഇന്ത്യ RSO പ്രതിനിധി സയ്യിദ് കമ്രാൻ ഹുസൈൻ പറഞ്ഞു. റോഡുകൾക്കായി അടിസ്ഥാന സൗകര്യം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ സീപ്ലെയിൻ അനുയോജ്യമാണെന്നും ചിപ്സൺ CMD സുനിൽ നാരായൺ അഭിപ്രായപ്പെട്ടു.
ഹെലികോപ്റ്റർ ഓപ്പറേഷനായി കൂടുതൽ ഹെലിപാഡുകൾ ആവശ്യമാണ്. ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്ററുകൾക്ക് റൂഫ് ടോപ്പുകളിൽ നിന്ന് പറന്നുയരാനുള്ള അനുമതി നൽകണമെന്നും പാനൽ ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ വ്യോമയാന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക, കേരളത്തെ ഗ്ലോബൽ വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുക, പ്രാദേശിക ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബ് ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ എയർ ട്രാവൽ MRO ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഏവിയേഷൻ മേഖലയിലെ തന്ത്രപ്രാധാന്യ മാറ്റങ്ങൾ, നയരൂപീകരണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഉച്ചകോടി ചർച്ച ചെയ്യും. ഉച്ചകോടി ഞായറാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. അനധികൃത വാതുവയ്പ് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ കോൺഗ്രസ് MLA KC വീരേന്ദ്ര പപ്പി അറസ്റ്റിലായ സംഭവത്തിൽ തെളിഞ്ഞത് രാജ്യാന്തര വാതുവയ്പ് റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാജ്യവ്യാപിയായി 2 ദിവസം കൊണ്ട് നടത്തിയ പരിശോധനയിൽ സിക്കിമിൽ നിന്നാണ് പപ്പി അറസ്റ്റിലായത്. ചിത്രദുർഗ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് വീരേന്ദ്ര. വീരേന്ദ്രയുടെ വസതികളിലും സ്ഥാപനങ്ങളിലും പരിശോധനയിൽ 12 കോടി രൂപയും 1 കോടി മൂല്യമുള്ള വിദേശ കറൻസിയും 6 കോടി രൂപ വിലയുള്ള ആഭരണങ്ങളും 10 കിലോഗ്രാം വരുന്ന വെള്ളി വസ്തുക്കളും 4 വാഹനങ്ങളും പിടിച്ചെടുത്തു. സിക്കിം, കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഓഗസ്റ്റ് 22, 23 തീയതികളിലായിരുന്നു പരിശോധന. പപ്പീസ് കസീനോ ഗോൾഡ്, ഓഷൻ സിവേഴ്സ് കസീനോ, പപ്പീസ് കസീനോ പ്രൈഡ്, ഓഷൻ 7 കസീനോ, ബിഗ് ഡാഡി കസീനോ തുടങ്ങി ഗോവയിലെ 5 കസീനോകളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന. രാജ്യാന്തര തലത്തിലുള്ള കസീനോകളും ദുബൈയിലെ വാതുവയ്പ് കേന്ദ്രങ്ങളും ഉൾപ്പെടുന്ന അനധികൃത വാതുവയ്പ് ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധനയിൽ വെളിപ്പെട്ടതായി ED ഉദ്യോഗസ്ഥർ പറഞ്ഞു. കിങ് 576, രാജ 576 എന്നീ പേരുകളിലുള്ള 2 വാതുവയ്പ് വെബ്സൈറ്റുകൾ വീരേന്ദ്രൻ നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ നാഗരാജിന് ദുബൈയിൽ ഗെയിമിംഗ് കോൾ സെന്റർ രംഗത്ത് പ്രവർത്തിക്കുന്ന 3 സ്ഥാപനങ്ങളുമുണ്ട്. നാഗരാജിനെ ED ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുലിന്റെ പെരുമാറ്റ ദൂഷ്യം മൂലം 2 പെൺകുട്ടികൾ KSU വിട്ട് രാജകീയ പ്രവർത്തനം അവസാനിപ്പിച്ചതായും ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാൾ സന്ദേശം അയച്ചു. നാണം കിട്ടവന്മാരെ ചുമക്കേണ്ട ആവശ്യം എന്തെന്ന് ചോദിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇടപെട്ടതോടെ അനുകൂപിച്ചും കുലിച്ചും പ്രതികരണങ്ങൾ ഉണ്ടായി. ഗ്രൂപ്പിൽ അംഗമായിരുന്ന രാഹുലിനെ ഒഴിവാക്കിയ ശേഷമാണ് ജില്ലാ സെക്രട്ടറി ശബ്ദ സന്ദേശം അയച്ചത്. എന്നാൽ ഗ്രൂപ്പിൽ ചർച്ച ചോർന്നതോടെ അതേ ചൊല്ലിയായി തർക്കം. ഇതിനിടെ സന്ദേശം ഡിലീറ്റായി. തർക്കം രൂക്ഷമായതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കി ജില്ലാ നേതൃത്വം തലയൂരി. ഇടുക്കി ഇടമലക്കുടിയിൽ കടുത്ത പനിയും വയറിളക്കവും ബാധിച്ച് 5 വയസ്സുകാരൻ മരിച്ചു. കൂടിലാർകുടി സെറ്റിൽമെന്റിൽ മൂർത്തിയുടെയും ഉഷയുടെയും മകൻ കാർത്തിക്കാണ് മരിച്ചത്. ഏതാനും ദിവസങ്ങളായി കടുത്ത പനിയും വയറിളക്കവും ബാധിച്ച് അവശനായ കുട്ടിയെ മഞ്ചലിൽ ചുമന്നാണ് ആനക്കുളത്തെത്തിച്ചത്. ആനക്കുളത്ത് നിന്നും വാഹനത്തിൽ ശനിയാഴ്ച വൈകിട്ടോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ദമ്പതികളുടെ 4 മക്കളിൽ 3ാമത്തെയാണ് മരിച്ച കാർത്തിക്. മഴ പെയ്തതിനു പിന്നാലെ റോഡ് ഗതാഗത യോഗ്യമല്ലതായെന്ന് നാട്ടുകാർ പറയുന്നു. ഇടമലക്കുടിയിലേക്ക് വാഹനം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി സൗകര്യമില്ലാത്തതിനാൽ 13 കിലോമീറ്റർ ചുമന്നാണ് മൃതദേഹം സംസ്കരിക്കാനായി കൂടലാർകുടിയിലേക്ക് എത്തിച്ചത്.